So today we are starting our last module. നമ്മുടെ പോർഷൻസ് എൻഡ് ആറായി. ദാറ്റ് ഈസ് 5th മൊഡ്യൂൾ ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൽ കുറേ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഫോർ മെനി ടേംസ്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ യൂസ് എന്താണ്, ഹൗ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്, വെച്ചാൽ ആരായിരിക്കും നമ്മളുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ ആർക്കൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കൊടുക്കേണ്ടത്, അതെല്ലാമാണ് നമ്മളിതിൽ പഠിക്കാൻ പോണേ ഈ മൊഡ്യൂളിൽ. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ലെക്ചർ. ഫസ്റ്റ് നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്തിനാണ് ഇത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പേർപ്പസ് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ദാറ്റ് ഈസ് ഇതിൻ്റെ പേർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986. ഇറ്റ് വാസ് ആപ്ലിക്കബിൾ ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ ഗുഡ്സിനും സർവീസസിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ ചില ഗുഡ്സ് മാത്രം സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഗുഡ്സ് എന്ന് പറഞ്ഞെങ്കിലും ചില ഗുഡ്സ് മാത്രം ഇതിൻ്റെ ഇടയിൽ പെടത്തില്ല. ഓക്കെ, സിമിലർലി ചില കൺട്രീസ്, നമ്മുടെ ഇന്ത്യയിലാണ് ഈ ലോ ആക്റ്റീവ് എങ്കിലും ജമ്മു ആൻഡ് കാശ്മീർ മാത്രം നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് അവോയ്ഡഡ് ഫ്രം ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, ഇത് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിനാണ് ആൻഡ് ഓൾസോ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ജനറൽ പബ്ലിക്. സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു സർവീസ് കിട്ടി, അതിനവർ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടായി, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയാണ്, വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986. ഓക്കെ, ഇതാണ് പർപ്പസ്. ഇനി എന്താണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് വൺ, ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഓക്കെ, ബെറ്റർ പ്രൊട്ടക്ഷൻ, അവരുടെ ഇൻട്രസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ. സിമിലർലി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഒരു കൺസ്യൂമറിന് പല പല റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് റൈറ്റ് ആയിരിക്കും, ഒരു ഹസാർഡസ് ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുകയാണ് ഒരു പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ഹസാർഡസ് ടു ദ ഹ്യൂമൻ, അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നെങ്കിൽ അതിനെതിരെ കൺസ്യൂമറിന് കേസ് കൊടുക്കാം. ദാറ്റ് ഈസ് included in the right of consumer, that is the protection of right of consumer. Another right എന്ന് പറഞ്ഞാൽ ഒരു unfair trade practice നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറയാറുണ്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ ക്വാളിറ്റിയിൽ കുറവാണ്, അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ബേസിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി. ഇപ്പോൾ ഒരു എഡിബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കറി പൗഡേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ മുളക് പൊടിയിൽ മായം ചേർക്കുന്നു എന്ന കൺസെപ്റ്റ് നമ്മൾ കേൾക്കാറുണ്ട്. ഇഷ്ടികപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ചേർക്കുന്നു, അങ്ങനെയാണ് അതിനത്രയും നിറം. ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു ദ ഒറിജിനൽ കോമ്പൗണ്ട്. അങ്ങനെ വരുന്ന കേസ് ഇറ്റ് ഈസ് എ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഡൺ ബൈ ദി മാനുഫാക്ചർ ഓർ ദ പ്രൊഡ്യൂസർ. ഇൻ ദാറ്റ് കേസ് എ കസ്റ്റമർ ക്യാൻ suit a case against that company or that manufacturing company through the Consumer Protection Act of 1986. Similarly, ഇപ്പം ഒരു കൺസ്യൂമറിന് ഒരു കാര്യം തുറന്ന് പറയണം, അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിൽ അയാളെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ അയാളെ നമ്മൾ കൊയേഷൻ കൊടുക്കുക, ഫിസിക്കൽ കൊയേഷൻ, അല്ലെങ്കിൽ അവർക്കെതിരെ ഭീഷണി മുഴക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഏത് ബേസിലായിരിക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി. ഓക്കെ, അതേപോലെ റൈറ്റ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഒരു കൺസ്യൂമറിന് അയാളുടെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഐഡിയ കിട്ടേണ്ട അയാളുടെ റൈറ്റാണ്. ബട്ട് അതാരെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി യൂസ് ചെയ്യാം. ദീസ് ആർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓഫ് കൺസ്യൂമർ. എന്തൊക്കെയാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്നറിയണം, അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ട് പറ്റും. ദെൻ ഇതെല്ലാം ചെയ്യുന്നത് കൗൺസിൽസ് ആണ്, അവരെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ സോട്ട് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദീസ് കൗൺസിൽ. ഈ കൗൺസിലേക്കായിരിക്കും നമ്മുടെ കംപ്ലയിൻറ്റ്സ് പോകുന്നത്. എന്നിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി കൺസ്യൂമേഴ്സ് ഓരോരുത്തർ പ്രൊട്ടക്റ്റഡ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ക്വാസി ജുഡീഷ്യൽ മെഷീനറി ഫോർ സ്പീഡി റിഡ്രസൽ ഓഫ് ഡിസ്പ്യൂട്ട്സ്. നമുക്ക് എപ്പോഴും ഓരോരോ ഡിസ്പ്യൂട്ട്സുകളുണ്ടാകും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്ത്. കൺസ്യൂമറിന് എപ്പോഴെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ
അതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ആർക്ക്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ കംപ്ലയിൻറ്റ് പല റേഞ്ചിലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഉള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലുണ്ട്. ഇപ്പം നമ്മുടെ ഡിസ്പ്യൂട്ടിൽ നിന്നുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് എമൗണ്ട് ഒരു 5 lakhs താഴെയാണ് എങ്കിൽ അത് ഡിസ്ട്രിക്ട് ലെവലിൽ പോവും. ഇഫ് ഇറ്റ് ഈസ് എബോവ് 5 lakhs ആൻഡ് ബിലോ 20 lakhs ഇറ്റ് വിൽ ബി ഡീൽഡ് ബൈ ദ സ്റ്റേറ്റ്. And also, if it is above the 20 lakhs, it will be redressed by the national level. 3 levels are there, that is district level, state level and national level. According to the amount or the redressal of dispute amount, we can classify the dispute settlement into 3 levels, that is district level, state level and the national level. ഈ ക്വാസി ജുഡീഷ്യൽ ബോഡീസാണ് ഈ നാഷണൽ ജസ്റ്റിസ് എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ 4 ഒബ്ജക്റ്റീവ്സ്. വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ദ 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ആണ് പഠിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഓരോ ടേംസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ ഇസ് കംപ്ലൈനൻറ്റ്. ദ സെഷൻ 2(1)(b) has explained complainant as a consumer or a voluntary consumer association registered under the Company Act or any other law. അതൊരു കൺസ്യൂമർ ആകാം, അല്ലെങ്കിൽ ഒരു വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആയിരിക്കാം. പക്ഷേ ആ അസോസിയേഷൻ എപ്പോഴും കമ്പനി ആക്ടിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ദേ ക്യാൻ ബി എ കംപ്ലൈനൻറ്റ്. സിമിലർലി എ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ബി എ കംപ്ലൈനൻറ്റ്. ആൻഡ് ഓൾസോ 1 or more consumers who are ഹാവിങ് ദ സെയിം ഇൻട്രസ്റ്റ്. ഒരേ കൺസ്യൂമേഴ്സ്, ഒരു 2-3 കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റി ഒരേ രീതിയിലുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. ദേ ഹാവ് ദ സെയിം ഇൻട്രസ്റ്റ് ഓഫ് കംപ്ലയിൻറ്റ്. ദെൻ ദേ ക്യാൻ ടുഗെദർ ബി ദ കംപ്ലൈനൻറ്റ്. These are the 3 category of people or 3 categories who can be a complainant for in a consumer protection council. Okay. In a complainant allada, second one is complaint. What is meant by complaint in the section 2(1)(c). Section 2(1)(c) has explained complainant as an allegation in writing by the complainant with a view to obtain relief from under the act. That is, if an allegation is in written form is given by a complainant, it is called a complaint. Normally, ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുന്ന ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അയാളുടെ കംപ്ലയിൻറ്റ്സ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. അയാൾക്കൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് തോന്നിയത്, എന്തൊക്കെയാണ് അയാൾക്ക് ദോഷവശങ്ങളുണ്ടായതെന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതെന്തിനാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് അനുസരിച്ച് ഇത് റിക്കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ദ സച്ച് തിങ് ഈസ് നോൺ ആസ് കംപ്ലയിൻറ്റ്. നോർമൽ നമുക്ക് എല്ലാവർക്കും അറിയാം കംപ്ലയിൻറ്റ് എന്നാണ്. ഓക്കെ, ഈ കംപ്ലയിൻറ്റ് അലിഗേഷനിൽ എന്തൊക്കെ പെടാം? ഇറ്റ് ക്യാൻ ബി അൺ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ബൈ എ ട്രേഡർ, ഓർ the goods bought or agreed to be bought found to be defective. ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ് നമ്മൾ വാങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ആ ഒരു ഗുഡ് വാങ്ങാനിരുന്നു, ബട്ട് അത് ഡിഫക്റ്റീവ് ആണെന്ന് നമ്മൾ കണ്ടു, അപ്പോൾ നമുക്കത് കംപ്ലയിൻ്റ് ആക്കാം. ദെൻ ഡെഫിഷ്യൻസി ഇൻ ദ സർവീസ് ഹയർഡ് ഓർ അവെയിൽ. ദാറ്റ് ഈസ് വി ആർ ഗിവൺ സം സർവീസസ്, പക്ഷേ നമുക്ക് കിട്ടിയ ആ സർവീസ് ഡെഫിഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു മെഡിക്കൽ സർവീസ് ആണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ കിട്ടാനിരിക്കുകയാണ് ആ സർവീസ്, പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കി ആ സർവീസ് അത്ര നല്ല രീതിയിലല്ല റെൻഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കാം. സിമിലർലി ഹസാർഡസ് ഗുഡ്സ്, ദാറ്റ് ഈസ് ചിലപ്പം ഹസാർഡസ് ഗുഡ്സ് ആയിരിക്കും ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു ഹസാർഡസ് സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സിമിലർ ടു സം നമ്മൾ പറയാറുണ്ട് ചില ഫുഡ് ഐറ്റംസിൽ ഹസാർഡസ് മെറ്റീരിയൽസ് ആഡ് ആവുന്നുണ്ട്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ കോസ് ക്യാൻസറസ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസിൽ എലമെൻറ്റ്സ് കൊടുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള കേസുകളൊക്കെ അതൊക്കെ നമുക്ക് കംപ്ലയിൻറ്റ്സ് ആയിട്ട് മാറ്റാം. And the last one, charging excess price on goods and services. Some goods and services, ഒരു ഗുഡ് ആൻഡ് സർവീസിന് ഇത്രയാണ് പ്രൈസ് നമുക്കറിയാം ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ വൺ പ്ലേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹൈ പ്രൈസ് ആൻഡ് ഹൈ ക്വാളിറ്റി കുറവും ഹൈ പ്രൈസും ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു കംപ്ലയിൻ്റ് ആക്കാം. സോ വാട്ട് ഓൾ ക്യാൻ ബി കംപ്ലയിൻറ്റ്? ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, ഡിഫക്റ്റീവ് ഗുഡ്സ് ബോട്ട് ഓർ സോൾഡ് or agreed to buy, deficiency in the service hired or availed, hazardous goods, and also the charging the highest prices on goods and services. These all can be complaints, but always a complaint is an allegation in writing by the complainant in a view to obtain a relief under this act.
സോ ആ ഡെഫിനിഷൻസാണ് നമ്മൾ പറയുന്നത്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെഷൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. സിമിലർലി കംപ്ലയിനൻ്റ് എന്നാണ് സെഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് വൺ ഇസ് കൺസ്യൂമർ. ഒരു കൺസ്യൂമറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെഷൻ 2(1)(d) ഹാസ് എക്സ്പ്ലെയിൻ എ കൺസ്യൂമർ as a person who buys any goods for consideration, that is paid, promised to pay, or partly paid, or partly promised, or under the system of deferred payment. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ദേ ബൈ സം ഗുഡ്സ്. എന്തിന്? പൈസ കൊടുത്തിട്ട് ഒന്നെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ കുറച്ചടച്ച് ബാക്കി പിന്നെ അടയ്ക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പിന്നെ അടയ്ക്കാമെന്ന് പറഞ്ഞ് ക്രെഡിറ്റിൽ വാങ്ങുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറി ആൾക്കാരെയും നമ്മൾ കൺസ്യൂമർ എന്ന് പറയും. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് clearly as by any goods for consideration that is paid, promised to pay, or partly promised, or under the system of deferred payment. It includes any user other than the buyer himself, but the use of goods must be with the approval of the buyer for consideration that is paid, promised to pay, or partly promised, or under the system of deferred payment. ഈ കൺസ്യൂമർ എന്ന് പറഞ്ഞ അയാളത് വാങ്ങുന്നു, അയാൾക്ക് വേണ്ടിയിട്ട് തന്നെ ആവണമെന്നില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാങ്ങുന്ന ആളായിരിക്കില്ല, ചിലപ്പോൾ കൺസ്യൂമറായിട്ട് വാങ്ങുന്ന ആളായിരിക്കില്ല ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു അഡ്മിഷൻ വേണം. അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് അഡ്മിഷൻ വാങ്ങി തന്നെ നമ്മുടെ പാരൻസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ സർവീസ് കിട്ടുന്ന ആർക്കാണ്? നമുക്കാണ്. അപ്പം നമ്മുടെ പാരൻ്റാണ് ഫസ്റ്റ് ലെവലിൽ ഞാൻ പറഞ്ഞ കൺസ്യൂമർ. പക്ഷേ സെക്കൻഡ് ലെവലിൽ പറയുമ്പോൾ നമ്മളും കൺസ്യൂമേഴ്സാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടില്ല, നമ്മളല്ല പൈസ കൊടുത്തത്, നമ്മുടെ പാരൻസാണ്. സോ വേറെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. എങ്ങനെ? ചിലപ്പോൾ പൈസ കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ പകുതി അടച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പകുതി ഇനി അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഫുൾ പിന്നെ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിലാവാം. ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ കൺസ്യൂമർ എന്ന് പറയും. സിമിലർലി ഇപ്പോൾ എ പേഴ്സൺ ഹു ഹയേഴ്സ് ഓർ അവെയിൽ എനി സർവീസ്, വാങ്ങിയ ഒരാളാവും, അല്ലെങ്കിൽ നമ്മൾ അവെയിൽ ചെയ്യുക, ഹയർ ചെയ്തു വാടകയ്ക്ക് എടുക്കുന്ന ഒരു ആളും, അയാളും കൺസ്യൂമറാണ്. ഇപ്പം നമ്മളൊരു കടയിൽ നിന്ന് ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ വേറെ അടുത്തുനിന്ന് ഒരു സർവീസ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം ഹയർ ചെയ്തെടുക്കും, വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കും വിത്ത് സം എമൗണ്ട്. ആ വാടക എമൗണ്ട് കൊടുത്തിട്ട്, റെൻ്റ് എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഹയർ ചെയ്തെടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും കൺസ്യൂമേഴ്സാണ്. ബട്ട് നമുക്ക് ആ ഓണർഷിപ്പ് കിട്ടുന്നില്ല, കുറച്ച് നേരത്തേക്ക് മാത്രമാണ് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരാളും കൺസ്യൂമറാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ബെനിഫിഷ്യറി ആവാം, ആ സർവീസ് കാരണം വരുന്ന ഏതൊരു ബെനിഫിഷ്യറിയും ഒരു കൺസ്യൂമറാകാം. എന്നുവെച്ചാൽ ഒരു പേഷ്യൻ്റ്, ഒരു ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു കൺസ്യൂമറാണ്. ഡോക്ടറിൻ്റെ സർവീസ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അപ്പോഴും പേയ്മെൻറ്റ് ചിലപ്പോൾ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാണ്ടും ആകാം. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാകും കൊടുക്കാണ്ടും ആകാം. അങ്ങനെ എന്ത് ബെനിഫിഷ്യറി, ഏത് രീതിയിലുള്ള ബെനിഫിഷ്യറിയെ നമുക്ക് കൺസ്യൂമർ എന്ന് പറയാം. ദിസ് ഈസ് വാട്ട് ഇസ് ഡിഫൈൻഡ് ഇൻ എ കൺസ്യൂമർ in Consumer Protection Act in the section 2(1)(d). ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെനിഫിഷ്യറി. ഏതൊരു ബെനിഫിഷ്യറി ആവാം, അല്ലെങ്കിൽ ഹയർ ഓർ അവെയിൽ ദ സർവീസ്, ഇത് എന്ത് വേണമെങ്കിലും ആകാം ഒരു കൺസ്യൂമർ. സോ വി ഹാവ് എക്സ്പ്ലെയിൻ സം ഓഫ് ദ ഡെഫിനിഷൻസ് സച്ച് ആസ് കംപ്ലൈനൻറ്റ്, കംപ്ലൈൻറ്റ് ആൻഡ് കൺസ്യൂമർ. സോ ടുഡേയ്സ് യുവർ അസൈൻമെൻറ്റ് ഇസ് വാട്ട് ഇസ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറച്ച് ഡെഫിനിഷൻസ് ആണ് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തന്നെ. വാട്ട് ഇസ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, മെൻഷൻ ദ സെഷൻ, then what it is written, what is meant by consumer dispute under this section, then what is defect and the session, and also what is the definition, and also goods. So 3: consumer dispute, defect and goods. This is one assignment. Okay, now we can move into what is meant by deficiency. What is deficiency? Section 2(i)(g) has explained deficiency as any fault, inadequacy of quality, shortcomings of imperfections, performance which is required to be maintained by or under any law for the time being in force, or has been undertaken by to be performed by a person in performance of a contract, otherwise in relation to any service. ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഫോൾട്ട് ആവാം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുടെ കുറവ് ആയിരിക്കാം, ഓർ എനി ഇൻപെർഫെക്ഷൻ ഓർ എനി പെർഫോമൻസ്, ലോ പെർഫോമിംഗ് ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് ഡെഫിഷ്യൻസി ആയിട്ട് പറയാം അണ്ടർ ദ സെഷൻ
21G. Next one is who is a manufacturer. Manufacturer എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? It is defined under the section 21G as those who make or manufacture any goods or parts thereof, or doesn't make or manufacture any goods but assemble part thereof made or manufactured by others, and claims the end product to be the goods manufactured by himself. ഇതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഗുഡ്, എന്നിട്ട് അയാളത് അതിനെ മാനുഫാക്ചർ എന്ന് പറയാം. അതല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടാക്കിയ സാധനത്തിനെ പല ആൾക്കാരുണ്ടാക്കിയ സാധനത്തിനെ അസംബിൾ ചെയ്തിട്ട് അയാൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് എൻഡ് പ്രൊഡക്റ്റ് പറയാം. അങ്ങനെ ഒരാൾ മാനുഫാക്ചറാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾ അത് ഡയറക്റ്റ് സോപ്പിന് ഒരു കമ്പനി തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒറ്റ കമ്പനിയാണ്. സോ ഇഫ് ഹീ ഈസ് പർച്ചേസിങ് ആൻഡ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് മേക്കിംഗ് ദ പ്രൊഡക്റ്റ് ബൈ ഹിംസെൽഫ്, ഹീ ഈസ് എ മാനുഫാക്ചർ. സോ ഒരു സോപ്പിൻ്റെ മാനുഫാക്ചർ ഓൾമോസ്റ്റ് ഹീ വിൽ ബി ദ ഒൺലി പേഴ്സൺ ഇൻവോൾവ് ഇൻ ദാറ്റ് പ്രോസസ്. സോ ദേ ക്യാൻ ബി എ മാനുഫാക്ചർ. ബട്ട് ഒരു കാർ മാനുഫാക്ചറിനാണെന്ന് വെച്ചോ, അയാൾ ഒരിക്കലും കാറിൻ്റെ നട്ട് ബോൾട്ട് തൊട്ട് അവസാനത്തെ കാറ് വരെ ആ ഇൻഡസ്ട്രിയിലല്ല ഉണ്ടാക്കുന്നത്. ഹീ വിൽ ബി അസംബ്ലിങ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ്. കാറിന് എന്തൊക്കെയുണ്ട്? നട്ട്സ് തൊട്ട് വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് വരെയുണ്ട്. സ്റ്റീരിയോ ഉണ്ടാവും, അതുപോലെ ടയറുണ്ട്, നട്ട്സ് ഉണ്ട്, സ്റ്റീൽസ് ഉണ്ട്, റബ്ബർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല സാധനങ്ങളാണ് ഒരു കാറിലുള്ളത് അല്ലേ. അതിൻ്റെ പല സ്റ്റീരിയോ സിസ്റ്റംസ്, ടി വി ഉണ്ടാവും, ചിലത് സ്റ്റിയറിംഗ് ഉണ്ടാവും, കുറേ ഇലക്ട്രിക്കൽ സാധനങ്ങളുണ്ടാവും നമ്മുടെ കാറിൽ. ബട്ട് ഇതെല്ലാം കൂടെ ഒറ്റൊരു കമ്പനിക്കോ ഒരു മാനുഫാക്ചറിനോ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ദേ വിൽ ബി പർച്ചേസിങ് ഓൾ ഐറ്റംസ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. ഓരോരുത്തരുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളിതെല്ലാം കൂടെ അസംബിൾ ചെയ്യും. അസംബിൾ ചെയ്തിട്ട് കാറ് നമ്മുടെ ആണെന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെയുള്ള ഒരാളെ മാനുഫാക്ചർ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ മാരുതിയുടെ ഓണറാണെന്ന് വെച്ചോ, പുള്ളിയും പ്രൊഡക്റ്റ് ഫൈനൽ കാർ എന്ന് പറയുമ്പോൾ മാരുതി പുള്ളിയുടെയാണ്, പക്ഷേ അതിൽ ഓരോരോ പാർട്സ് പുള്ളി ഉണ്ടാക്കിയതാണോ? അല്ല. സോ സച്ച് പേഴ്സൺ ക്യാൻ ഓൾസോ ബി കോൾഡ് എ മാനുഫാക്ചർ. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ ആസ് assembles part thereof made or manufactured by others, and claims the end product to be the goods manufactured by himself. Okay, otherwise manufacturer can be those who put or cause to be put his own trademark on any other goods made by or manufactured by any other manufacturer, and claims that goods in question is made or manufactured by him. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈലിൻ്റെ ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചോ, ഇപ്പം രോഹിണി എന്ന് പറഞ്ഞ ചുരിദാർ മെറ്റീരിയൽസ് വെച്ചോ, ബട്ട് വി കാൺ പ്രോമിസ് ദാറ്റ് ഓൾ ദി പ്രൊഡക്ട്സ് ആർ മെയ്ഡ് ബൈ ദ സെയിം കമ്പനി. എന്ന് വെച്ചാൽ എല്ലാം അവരുടെ ടാഗ് ഇടും, അവരുടെ ട്രേഡ് മാർക്ക് ആ പ്രൊഡക്റ്റിൽ ഇടുമെങ്കിലും അതുണ്ടാക്കുന്നത് അതേ കമ്പനി ആവണമെന്നില്ല. ദേ വിൽ ബി ചെക്കിങ് ദ ക്വാളിറ്റി. വേറൊരാളുണ്ടാക്കുന്ന സാധനത്തിന് അവർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അവരുടെ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും എടുക്കുന്നത്. ബട്ട് ഇറ്റ് കാൺ ബി ക്ലെയിംഡ് ആസ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദ സെയിം കമ്പനി. ഇറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് സം അതർ കമ്പനി ആൻഡ് വി ആർ പർച്ചേസിങ് ഇറ്റ് ആൻഡ് മാർക്കിംഗ് അവർ ട്രേഡ് മാർക്ക് ഓൺ ദാറ്റ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഫോർ ഇൻക്രീസിങ് ദ ലോയൽറ്റി. നമ്മൾ ബ്രാൻഡിന് വിൽക്കാൻ വേണ്ടി ആ ബ്രാൻഡ് നെയിം ഉണ്ട്. സോ ഇഫ് സം പ്രൊഡക്ട്സ് ആർ സോൾഡ് അറ്റ് ദാറ്റ് ബ്രാൻഡ് നെയിം ദേ വിൽ ഓൾസോ ഗെറ്റ് ബെനിഫിറ്റഡ്. ഓക്കെ, അങ്ങനെ ആവാം. എന്ന് വെച്ചാൽ ചുമ്മാ പേര് മാത്രം ഇട്ടിട്ട് മാനുഫാക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്വയമായി ഉണ്ടാക്കിയിട്ട് മാനുഫാക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ പലവരുണ്ടാക്കിയ സാധനം അസംബിൾ ചെയ്തിട്ടും മാനുഫാക്ചർ എന്ന് പറയാം. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടേംസ്. ഓക്കെ, ആഫ്റ്റർ മാനുഫാക്ചറർ ഹൂ ഇസ് എ പേഴ്സൺ. ഒരു ആളെ എങ്ങനെയാണ്, ഒരു പേഴ്സണെ എങ്ങനെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 2(1)(m) explained person as it includes a firm registered or not, a CUF, a cooperative society or an OPC registered or not under Society Registration Act. ഓക്കെ, അതൊരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരാളാവാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഹൂ ഇസ് രജിസ്റ്റേർഡ്, അങ്ങനെയുള്ളതിനെയാണ് ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. സിമിലർലി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, ഇത് നമ്മൾ കോമൺലി കേൾക്കുന്ന ടേമാണ്. വാട്ട് ഇസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്? റെസ്ട്രിക്ഷൻ ഉള്ള എന്തോ ഒരു ട്രേഡ് പ്രാക്ടീസ്. സോ സെക്ഷൻ 2(1)(n) explained restrictive trade practice as any trade practice which requires a consumer to buy, hire or avail of any goods and service as a condition precedent for buying, hiring or availing of other goods and services.
Okay. Next one is trader. Who is called a trader, or the who a person is called when he is called a trader. That is, the session 2.1q has explained a trader as a person who sells or distributes any goods for sale and includes the manufacture thereof anywhere such goods are sold or distributed in package form includes the packer thereof. That is, ഒരു പേഴ്സൺ ആവാം, അയാൾ അത് വിൽക്കാം, ഒരു പ്രൊഡക്റ്റിനെ ഗുഡ്സിനെ വിൽക്കാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ പേഴ്സൺ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് മാനുഫാക്ചർ ആവാം, അല്ലെങ്കിൽ അയാൾ തന്നെ വിൽക്കുന്ന ആളാവാം പാക്കേജിലൂടെ, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സാധനങ്ങൾ ഇതേപോലെ അസംബിൾ ചെയ്ത് വിൽക്കുന്ന ആളാവാം. ഇങ്ങനെയുള്ള ആരെയും ട്രേഡർ എന്ന് പറയും. ദ സിമ്പിൾ ടേം ഈസ് എ പേഴ്സൺ ഹു സെൽസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് എനി ഗുഡ്സ്. വിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ട്രേഡർ എന്ന് പറയുന്നത്. ബട്ട് ദ ഡെഫിനേഷൻ ഗിവൺ ഇൻ ദ session itself should be studied. Okay. Next one is unfair trade practice. In that unfair trade practice, session 2.1r explain unfair trade practice as it's a trade practice in which a trader, for promotion of sales or supply of goods or for provision of service, adopt any unfair methods or deceptive methods or practices. അൺഫെയർ ആയിട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടാണ് അയാളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തത്, അല്ലെങ്കിൽ വിറ്റത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള അൺഫെയർ മെത്തേഡ് യൂസ് ചെയ്താണ് അയാൾ ആ പ്രൊഡക്റ്റിനെ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള എന്തിനേയും നമുക്ക് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയാം. സോ we have explained what is a complainant, what is complaint, who is a consumer, and what is deficiency, who is a manufacturer, who is a person, restrictive trade practice, trader, unfair trade practice, etc. Okay. ഇതിൽ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് what is a consumer dispute, what is defect, and what is goods are to be studied. അത് അസൈൻമെൻ്റ് ആയിട്ട് എഴുതണം, എന്നിട്ട് അത് പഠിക്കുകയും വേണം. ഓക്കെ. Today we have studied some of the definition and what are the objectives of Consumer Protection Act. ഇനി ഇതിനൊരു കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. It is mentioned in the sessions 4 to 8, of which the session 4 describes what is the establishment of Consumer Protection Council. എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് കൗൺസിൽ നോൺ ആസ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി അവർ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇനി അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് എ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയർസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഹി വിൽ ബി ദ ചെയർമാൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആരായിരിക്കും? മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയർസ്, സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയർസ്. ദെൻ 150 മെമ്പേഴ്സ് official or non-official members are who are representing the prescribed interest. They will be the second members. First ഒരു ചെയർമാൻ ഉണ്ട്, പിന്നെ 150 മെമ്പേഴ്സ് ഉണ്ട്. ഇനി ഈ കൗൺസിലിൻ്റെ പീരീഡ് ലൈഫ് ടൈം എന്ന് പറയുന്നത് 3 years ആണ്. 3 years is the life time for the membership. Okay. Similarly, ഇനി ഇവരുടെ മീറ്റിംഗ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ മീറ്റിംഗ്. They meet at least once per year. Okay, and the time and place will be decided always by the chairman. There will be prescribed procedure for the transaction of business. What is to be discussed, how is to be discussed, what all things are to be done. ഇതെല്ലാം ഒരു prescribed procedure-ലായിരിക്കും മൂവ് ചെയ്യുന്നത്. These are the ways in which how a meeting is conducted. That is, establishment we have seen, central government, then the membership, a minister in charge of consumer affairs as the chairman, and also 150 members, official or unofficial, having the same interest, and the 3 years period of council. Membership 3 വർഷത്തേക്കാണ്, and they meet at least once in a year, and the place and time will be prescribed or decided by the chairman, and the procedure for the transaction of business will be fixed. Ini there are many objectives. Why this Consumer Protection Council? There are many objectives, which are to protect the consumers on marketing of hazardous goods and service. Then if any quality, quantity, purity ഒക്കെ കുറവാണെങ്കിൽ അതിനെതിരെ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ അതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ. ഓക്കെ. ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് പ്രൈസിനേക്കാളും നമ്മൾ കൂടുതൽ പ്രൈസിനാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്, ഓർ എനി കമ്പനി സെല്ലിംഗ് പ്രൊഡക്ട്സ് അറ്റ് എ ഹയർ പ്രൈസ്, വി ക്യാൻ case
we can sue a case against them. ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഞാൻ ഇൻഹറൻറ്റ് റൈറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, ഐ വിൽ ഷോ ദീസ് വൺ. ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഓക്കെ, എന്ത് കംപ്ലയിൻറ്റ്സ് വേണമെങ്കിലും നമുക്ക്, ലീഗലായിട്ടുള്ള എന്ത് കംപ്ലയിൻറ്റ്സ് വേണമെങ്കിലും നമുക്കിതിന് കൊടുക്കാം. ഓക്കെ, ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അപ്പം നേരത്തെ പറഞ്ഞ അസൈൻമെൻറ്റ്സിൻ്റെ കൂടെ ആ 3 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞില്ലേ, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, അതേപോലെ ഗുഡ്സ് ആൻഡ് ഓൾസോ ദി ഡിഫെക്റ്റ്. അലോങ് വിത്ത് ദാറ്റ് യു വോണ്ട് ടു റൈറ്റ് what are the objectives of consumer protection council. This will be the assignment. Total assignment പറഞ്ഞു 3 ഡെഫിനിഷനും അതേപോലെ the objectives of consumer protection council. ഇനി ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ റിഡ്രസൽ ഏജൻസീസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും. ഇൻകം വെച്ചിട്ട് 5 ലക്ഷത്തിന് താഴെ, ഇൻകം അല്ല, 5 ലക്ഷത്തിന് താഴെ വരുന്ന കേസുകളാണെങ്കിൽ ഡിസ്ട്രിക്ട്, ഇഫ് ഇറ്റ് ഇസ് എബോവ് 5 ആൻഡ് ബിലോ 20 ഇറ്റ് ഇസ് state, and above 20 it is national. So they are classified into a consumer dispute redressal forum, that is the district forum, a consumer dispute redressal commission, that is the state commission, and a national dispute consumer dispute redressal commission. Okay, these are the 3 redressal agency. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് അടുത്ത ലെക്ചറിൽ പഠിക്കാം. ഇതിന് ഓരോത്തിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. So for today I am ending my session. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അതേപോലെ അസൈൻമെൻറ്റ്സ് നാളെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അസൈൻമെൻറ്റ്സ് ആയിട്ടൊന്നുമില്ല, ഇതൊരു നോട്ട് പോലെ സൂക്ഷിച്ചാൽ മതി, അതെനിക്ക് അയച്ചു തരണം. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.